എന്താണ് ഈ പെർഫെക്റ്റ് ബോഡി ഷേപ്പ്? എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ. വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റ് ഇട്ടോളൂ, എന്താണ് ഈ പെർഫെക്റ്റ് ബോഡി ഷേപ്പ് എന്ന്. കാരണം ഇത് അനുഭവിച്ചവർക്ക്, ഈ ബോഡി ഷേമിങ് അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്താണ് ഈ പെർഫെക്റ്റ് ബോഡി ഷേപ്പ് എന്നുള്ളത്. വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് പണ്ട് എൻ്റെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇപ്പോൾ വണ്ണുള്ളവരേനെയൊക്കെ ആന, തടിച്ച്, ഇല്ലെങ്കിൽ വെളുത്താലും പ്രശ്നം, അതും പ്രശ്നം തന്നെ, വെള്ളപ്പാറ്റ, ഇപ്പൊ തലയിൽ മുടിയില്ലെങ്കിൽ ചോദിക്കും, അയ്യോ നിന്റെ തലയിൽ മുടിയില്ലല്ലോ, നീ കണ്ടില്ലേ ഇത്, ഇങ്ങനെ വരെ ചോദിക്കും. പക്ഷെ അന്നൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് ബോധേഡായിരുന്നില്ല. ബാക്കിയുള്ളവർക്കല്ല, നമുക്കിപ്പോൾ എന്താ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സ്വയം നമ്മൾ എന്ത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നതെന്നുള്ളത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. ആ സിറ്റുവേഷൻ, ആ സെയിം സിറ്റുവേഷനിലൂടെ ആ ആള്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കടന്നു പോകുമ്പോഴേ അയാൾക്ക് മനസ്സിലാവുള്ളൂ, ഓ അന്ന് ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ വണ്ണം വെച്ച് തുടങ്ങി, ഞാൻ ഒരുവിധം വണ്ണം വെച്ച് തുടങ്ങി. അപ്പം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, വീട്ടിലിരുന്ന് വെറുതെ ഇരുന്ന് ഫുഡ് അടിച്ചിട്ടല്ല വണ്ണം വയ്ക്കണം. അപ്പം എന്തിട്ട് പണി, ഒരു പണിയില്ല, വെറുതെ ഇരിക്കലേ, വീട്ടിൽ സുഖാണ്, വെറുതെ ഇരിക്കലേ, വേറൊരു പണിയില്ല, നല്ല സുഖമായിട്ട് വെറുതെ ഇരുന്ന് മാമുണ്ണ, കാര്യങ്ങൾ ചെയ്യുക, ടി വി കാണുക, ഒരു പണിയില്ല, വെറുതെ വീട്ടിലിരുന്നാൽ പോലെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോ നമുക്കല്ലേ, ആദ്യമൊന്നും വലിയ പ്രശ്നമില്ല, പോട്ടെ അങ്ങനെയൊക്കെ വിട്ടു തുടങ്ങി. പിന്നെ നമുക്കിത് അങ്ങോട്ട് കേൾക്കുമ്പോ എൻ്റെ കർത്താവേ, അപ്പുറത്ത് വല്ല ഓലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണ് തോന്നാ. കുറച്ച് തൃശ്ശൂർ സ്ലാങ് കയറി വരുന്നുണ്ടല്ലേ, നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നാ. കാരണം ഞാൻ പറയണത് ഈ സിറ്റുവേഷനിലൂടെ പോയവർക്ക് മനസ്സിലാവും. അത് ഇപ്പൊ ഞാൻ ചിരിക്കുന്നുണ്ട്, പക്ഷെ ആ സമയത്ത് എനിക്കത് ഭയങ്കര വിഷമായിരുന്നു. എനിക്ക് എൻ്റെ ഡ്രസ്സുകൾ ഇടാൻ പറ്റണില്ല. ഞാൻ പണ്ട് ജീൻസിൻ്റെ ടോപ്പും സ്കേർട്ടിൻ്റെ ടോപ്പും ഒക്കെ ഇട്ട് നടന്നായിരുന്നു. ഞാൻ വണ്ണം വെച്ച് തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ ചുരിദാർ ഇടാനും കുർത്തിടാനൊക്കെ പോകാൻ തുടങ്ങി. എനിക്കത് കംഫർട്ടബിൾ അല്ല എന്ന് എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ പോരാ, മെന്റലി കണ്ണാടി നോക്കാൻ തോന്നണില്ല. ശരിക്കും ഞാൻ റിയലൈസ് ചെയ്ത കാര്യമായിട്ട് ഞാൻ പറയണേ, കണ്ണാടി നോക്കാൻ തോന്നണില്ല, ഒരാളുടെ മുന്നിൽ പോയി വർത്താനം പറയാൻ തോന്നണില്ല, എവിടെ പോയാലും എങ്ങോട്ട് തിരിഞ്ഞാലും അയ്യോ നീ വണ്ണം വെച്ചില്ല, എന്താ വണ്ണം വെച്ചേ. എനിക്ക് തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വണ്ണം വെച്ചതെന്ന് എനിക്കും എൻ്റെ ഫാമിലിക്കും അറിയാം. പക്ഷെ ഈ പുറത്തുനിന്ന് നിന്നിട്ടുള്ള ആൾക്കാർ നോക്കുമ്പോൾ അവർക്ക് അതൊന്നും അറിയില്ല. അവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, അയ്യോ വണ്ണം വെച്ചല്ലോ, അത് നമുക്ക് എന്തോരം വിഷമാവും എന്നുള്ളത് അവർക്ക് മനസ്സിലാവണില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അവരോട്, ഈ വണ്ണം വെച്ച ആൾക്കാരോട് ഇല്ലെങ്കിൽ കറുത്തിട്ടുള്ള ആൾക്കാരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ കളിയാക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഹട്ടാവുന്ന രീതിയിൽ അത് പറയാണ്ടിരിക്കുക. കാരണം ഞാൻ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോരം വിഷമാണെന്നുള്ളത്. പിന്നെ ഈ ഒരു പിന്നെ പോവ എനിക്കിങ്ങനെ സങ്കടം മാറി ദേഷ്യം വരാൻ തുടങ്ങി. പിന്നെ ആ ദേഷ്യം പതുക്കെ സൈലൻസിലേക്ക് പോയി. കാരണം ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരൊന്നും തിരുത്താൻ പോണില്ല എന്ന് മനസ്സിലായി തുടങ്ങി. ആ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കുക, എൻ്റെ ബോഡീനെ ഞാൻ തന്നെ സ്നേഹിക്കുക, മുന്നോട്ട് പോവുക, അല്ലാണ്ട് വേറെ നിർത്തിയൊന്നുമില്ല വണ്ണം കുറയ്ക്കാൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തിയിട്ടാ. പിന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എപ്പോഴാണോ ചേഞ്ച് വേണമെന്ന് തോന്നണേ, അതായത് നമുക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂസ്, നമുക്ക് ബുദ്ധിമുട്ട്, നമ്മുടെ ബോഡിയിൽ നമ്മൾ കംഫർട്ടബിൾ അല്ലാണ്ട് ഇരിക്കുക, അപ്പം മാത്രം നിങ്ങൾ വെയിറ്റ് ലോസിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് വേറെ ആൾ പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലത്തെ ആൾ പറഞ്ഞു, ഇപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാർ പറഞ്ഞു, അയ്യോ ഞാൻ ആ പരിപാടിക്ക് പോയപ്പോൾ ആ ചേട്ടൻ എങ്ങനെ പറഞ്ഞു, ആര് പറഞ്ഞാലും നിങ്ങൾ മാറാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എപ്പോൾ തോന്നണോ അയ്യോ വണ്ണം കൊണ്ട് പറ്റണില്ല എന്നെപ്പോൾ തോന്നണോ, അല്ലെങ്കിൽ ഞാൻ കറുത്തിട്ടാണ്, അല്ലെ എന്ത് രീതിയിലായാലും എന്തെങ്കിലും ഡിഫോൾട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോൾ തോന്നണോ അപ്പം മാത്രം നിങ്ങൾ മാറാൻ തയ്യാറായാൽ മതി. അല്ലാതെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് കരുതി നിങ്ങൾ മാറണ്ട. ആദ്യം തന്നെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ ബോധേഡാവുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാവുന്ന അടുത്ത സെക്കൻഡിൽ അവർ ആ വർത്താനം നിർത്തും. അത് ഉറപ്പാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാ. നമ്മൾ അതായത് പണ്ടൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയും, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവരെന്നെ ചമ്മി പൊക്കോളും. കാരണം അവരെന്നെ പറഞ്ഞു ആൾക്ക് വലിയ എഫക്റ്റ് ഒന്നും ഇല്ല മനസ്സിലാകുമ്പോൾ അവർ പതുക്കെ
പതുക്കെ അതിന് ബാക്കിലോട്ട് വലിഞ്ഞോളൂ. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെ അക്സെപ്റ്റ് ചെയ്യാനാ? ആരും അക്സെപ്റ്റ് ചെയ്യില്ലേ. അപ്പം നിങ്ങൾ ആദ്യം തന്നെ സെൽഫ് കോൺഫിഡൻസ് കൊണ്ടുവരാൻ നോക്കുക പരമാവധി. ഇന്നത്തെ കാലത്ത് ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ മുതൽ ഈ ബോഡി ഷെയ്മിങ് തുടങ്ങാണ്. അതായത് അയ്യോ ആ കുട്ടിക്ക് ഭയങ്കര കറുത്തിട്ടാലോ, ഓ മൂത്ത കുട്ടിയുടെ അത്ര നിറയില്ല അല്ലേ, അയ്യോ ഇല്ലെങ്കിൽ പോരാ അമ്മയുടെ അച്ഛൻ്റെ ഭംഗിയൊന്നുമില്ലല്ലോ ഉണ്ണി, ഇങ്ങനെ വരെ പറയണ്ട. ആ ഉണ്ണി എന്തറിയാനാ, വല്ലതറിയോ ഈ കുഞ്ഞുമക്കൾക്ക്? ഒന്നും അറിയില്ല. എന്നാലും ആൾക്കാർ ആ സമയം മുതൽ, അതായത് ഒരു കുട്ടി ജനിച്ച് വീണ സമയം മുതൽ ഈ ബോഡി ഷേമിങ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെങ്കിൽ, നമ്മൾ സ്വന്തമായി എപ്പോൾ മാറണമെന്ന് ഉദ്ദേശിക്കുന്നു അപ്പം മാത്രം മാറാൻ നോക്കാം. വേറെ ഒരാൾക്കാർക്ക് വേണ്ടി മാറണ്ട. അതിപ്പോൾ സ്വന്തം ഹസ്ബൻഡ് ആയാലും റിലേറ്റീവ്സ് ആയാലും ആരൊക്കെ പറഞ്ഞാലും നിങ്ങൾ മാറണ്ട. നിങ്ങൾക്ക് എപ്പോൾ മാറണമെന്ന് നിങ്ങൾക്ക് തോന്നണം അപ്പം മാറാൻ നോക്കാം. പിന്നെ ഞാൻ ഈ പറഞ്ഞത് എന്തിനാണെങ്കിൽ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും എന്നെ പോലെ തന്നെ ഒരുപാട് വ്യക്തികൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇത് അവർക്ക് ഈ വീഡിയോ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ തളർത്തുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുള്ളൂ. അല്ലാണ്ട് മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് അവരുടെ വാക്കിനൊക്കെ നമ്മൾ വില കൊടുക്കാന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അതാണ് പറയണേ, നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കുക. നിങ്ങൾക്കേ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെ മുന്നോട്ട് പോവുക. അതാ നല്ലത്. ഗോഡ് ബ്ലെസ് യു. ബി ഹാപ്പി. കീപ് സ്മൈൽ.